നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദജ്യോതിഷ പ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ ഗ്രഹമാറ്റത്തിന്റെ സമയത്തും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ജൂൺ 9, അതായത് ഇന്നലെ മുതൽ മഹാലക്ഷ്മി രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ 7 നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ പടികടന്ന് എത്തുന്നതാണ്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ചന്ദ്രൻ സംയോജിക്കുന്ന ജൂൺ മാസത്തിൽ ചന്ദ്രൻ ചൊവ്വയുമായി സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മഹാലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും ഈ ജൂൺ മാസത്തിൽ ചന്ദ്രൻ ചൊവ്വയുമായിട്ട് സംയോഗിക്കുന്ന മൂലം 7 നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. വേദജ്യോതിഷ പ്രകാരം അനുസരിച്ചുള്ള ഈ മാറ്റങ്ങൾ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ മഹാലക്ഷ്മി രാജയോഗം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വേദജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങളുടെ അധിപനായിട്ടുള്ള ചൊവ്വ ചിങ്ങത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ജൂൺ 9, അതായത് ഇന്നലെ രാവിലെ 8:50 ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത്. ഇത് നമുക്ക് അടുത്ത 7 ദിവസങ്ങളാണ് അടുത്ത നല്ല ഗുണാനുഭവങ്ങൾ തരുന്നത്. ഈ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകയിരം സ്ഥാന അരഭാഗവും തിരുവാതിരയും പുണർതം ആദ്യ 1/4 ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ്. മിഥുനം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ഗുണാനുഭവങ്ങൾ ധാരാളമായിട്ട് നൽകുന്നുണ്ട്. പലപ്പോഴും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ആണ് കൂടുതലായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത്. കൂടാതെ ആരോഗ്യത്തിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ധനപരമായിട്ട് നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അനുകൂല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല ഒരു ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ 1/4 ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവരെ തേടിയെത്തുന്നുണ്ട്. ജോലിയിൽ ഒക്കെ ഉണ്ടായിരുന്ന അതൃപ്തി മാറി നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജോലിയിലൊക്കെ വില മതിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇതുവഴി സന്തോഷവും ഉയർച്ചയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും പല സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. പൂർവിക സ്വത്തിൽ നിന്നൊക്കെ പണം ലഭിക്കുന്നുണ്ട്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഇരട്ടിയായിട്ട് എത്തുന്നതാണ്. ജീവിതത്തിൽ മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചുരുക്കത്തിലുള്ള ഫലം എന്ന് പറയുന്നത്. ഈ ഫലം വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകം, പൂരം, ഉത്രം ആദ്യ 1/4 ഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ്. ചിങ്ങം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ഗുണാനുഭവങ്ങൾ ഒരുപാട് നൽകുന്നുണ്ട്. എങ്കിലും തൊഴിൽ നേട്ടങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. തൊഴിൽ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ധാരാളം യാത്രകൾ ചെയ്തുള്ള ജോലിയൊക്കെ ആണ് കാണുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് വരുന്നത്. കൂടാതെ വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്നതാണ്. ഭവനം, വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഈ സമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടും മികച്ച ഒരു 7 ദിവസമായിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ളത്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടാവുന്നത്. വീണ്ടും നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.